നമസ്കാരം. ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഭീഷണിയായി ചൈനയെ അമേരിക്ക വീണ്ടും തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ബീജിംഗ് സന്ദർശനം നടക്കുന്നത്. നോക്കുമ്പോൾ ഇതൊരു നയതന്ത്ര സൗഹൃദ സന്ദർശനമായി തോന്നാമെങ്കിലും അതിന്റെ പിന്നിൽ അതീവ സങ്കീർണമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉള്ളതെന്നാണ് ആഗോള നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ചൈനയാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ജിയോപൊളിറ്റിക്കൽ വെല്ലുവിളി എന്ന അമേരിക്കൻ നിലപാട് ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് ട്രംപ് നേരിട്ട് ഷി ജിൻപിങ്ങിനെ കാണാൻ തയ്യാറാവുന്നത് വെറും സൗഹൃദ നയതന്ത്രമല്ല എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വെല്ലുവിളി ചൈനയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് തുറന്നടിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റൂബിയോയുടെ പരാമർശം പുറത്തു വന്നിരുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചൈന കൂടുതൽ സജീവമായ പങ്ക് വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള താൽപര്യങ്ങളുടെ സംഘർഷം സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് ആഗോള സ്ഥിരതയ്ക്ക് ആവശ്യമാണ് എന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. പരസ്പര സഹകരണത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയില്ല. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈന തയ്യാറാകണം.